അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നതിനെ സംബന്ധിച്ചും ജനങ്ങളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടേയിരുന്നു. 1977 മാർച്ച് 21 വരെ ഈ അടിയന്തരാവസ്ഥ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഇന്ദിര മുട്ടുമടക്കേണ്ടി വന്നു. 1977 ജനുവരിയിൽ ഇന്ദിരാഗാന്ധി സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതേ വർഷം മാർച്ച് 16 മുതൽ 20 വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടി നിരുപാധികം വൻ തോൽവിയോടുകൂടി പരാജയം സമ്മതിക്കുകയും ചെയ്തു. പ്രതിപക്ഷ വിശാല സഖ്യം ജനതാ പാർട്ടി എന്ന പേരിൽ അധികാരമേറ്റു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അടിച്ചമർത്തലായിരുന്നു ആ അടിയന്തരാവസ്ഥ. ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമായിരുന്നു അത്. എന്നാൽ അത് രാജ്യത്ത് പുതിയ ഒരു രാഷ്ട്രീയ തലമുറയുടെ പിറവിക്ക് കാരണമായി. ആ കറുത്ത ദിനങ്ങളുടെ ഓർമ്മ പുതുക്കുന്നതിനും ഇന്ദിരയുടെ ഫാസിസത്തിനെതിരെ ധീരമായി പോരാടിയ മനുഷ്യർക്ക് ശ്രദ്ധയോടെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനും രാജ്യം ജൂൺ 25 അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് നെഗറ്റീവ് എഫക്റ്റ് ആയിരുന്നാൽ പോലും അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ ചിലത് പഠിക്കാൻ സാധിക്കും. അങ്ങനെയാണ് പുതിയ ഒരു രാഷ്ട്രീയം നിലകൊള്ളുന്നത്. ഇത് പോരാ, അത് മനസ്സിലാക്കി പുതിയ ഒരു അവസ്ഥയ്ക്ക് നമ്മുടെ രാജ്യം തയ്യാറെടുക്കുകയായിരുന്നു. ജൂൺ 25 ഏതാണ്ട് 21 മാസക്കാലം നീണ്ട ആ ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ സന്ദർഭങ്ങൾ ഒരിക്കലും നമ്മുടെ രാജ്യം ചർച്ച ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആ കറുത്ത ദിനങ്ങളെ സംബന്ധിച്ച് അത് കുപ്രസിദ്ധമാണ്. കറുത്ത അധ്യായമാണ് ആ അടിയന്തരാവസ്ഥ. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വലിയ വിജയം നേടി. പക്ഷേ ആ ഭരണത്തിനെതിരെ വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു. ഗുജറാത്തിലെ നവനിർമ്മാൺ പ്രസ്ഥാനമാകട്ടെ, JP പ്രസ്ഥാനമാകട്ടെ, ഇവരൊക്കെ ഈ ഭരണത്തിനെതിരെ ജനങ്ങളോടൊപ്പം നിന്നു. ശക്തമായ തൊഴിലാളി വർഗ സമരങ്ങളും ഈ ഭരണത്തിനെതിരെ ഉയർന്നു. 1974 മെയ്യിൽ തുടങ്ങിയ 17 ലക്ഷം റെയിൽവേ ജീവനക്കാർ പങ്കെടുത്തതുമായ റെയിൽവേ പണിമുടക്ക് പോലും ഇതിൽ സുപ്രസിദ്ധി ആർജിച്ച ഒരു സമരമാണ്. ഇത്തരം ജനകീയ പ്രതിഷേധങ്ങളാണ് ഈ രാജ്യം ഇതിനു മുമ്പ് കണ്ടുവന്നത്. ഭരണത്തിനെതിരെ ശക്തമായ ജനവികാരം ഉണർന്നു വരുമ്പോൾ ആ എതിർപ്പിനെ മാനിക്കേണ്ടതിന് പകരം അതിനെ അടിച്ചമർത്താനാണ് ഇന്ദിരാഗാന്ധി സർക്കാരും കോൺഗ്രസും ശ്രമിച്ചത്. നമുക്കെതിരെ വരുന്ന വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ അതിന്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ തെറ്റുകൾ തിരുത്തി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ജനവികാരത്തെ മാനിക്കുകയും എതിർ ശബ്ദങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണുകയും ചെയ്യേണ്ടതിന് പകരമായി അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ കൂടുതൽ വൈകാരികമായി പ്രതികരിക്കും. ജനങ്ങൾ പ്രക്ഷുബ്ധരാകും. പശ്ചിമ ബംഗാളില് CPIM-നും ഇടതുപക്ഷത്തിനുമെതിരെ ഒരു കുറച്ചൊക്കെ ഫാസിസമുള്ള ഭീകരതയൊക്കെയുള്ള ആ രൂപത്തിലൊക്കെ ആയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പുരോഗമന മുഖമൂടി. അതൊക്കെ ഏതാണ്ട് കഴിഞ്ഞു വരും. കാരണം ഭീകരതയൊന്നും ഒരു കാലത്തും ഈ രാജ്യം വെച്ച് പൊറുപ്പിക്കില്ല. അതിനി ആരായിരുന്നാലും ശരി. കുറച്ചൊക്കെ അവർ വളരും, പക്ഷേ കുറച്ചങ്ങ് ഊരിവിടും. കുറച്ച് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടിച്ചു നിൽക്കും. ഒരിക്കലും ജനാധിപത്യത്തെ ഭീകരത വിഴുങ്ങുന്ന ഒരു സാഹചര്യം
ഇന്ത്യയിൽ അവസാനത്തെ ജനാധിപത്യ പൗരനെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കില്ല. JP പ്രസ്ഥാനം ഉയർത്തിയ ശക്തമായ പ്രതിഷേധവും ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുള്ള അലഹബാദ് ഹൈക്കോടതി വിധിയുമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള പെട്ടെന്നുള്ള പ്രധാനപ്പെട്ട കാരണം. രാഷ്ട്രീയമായി ഒറ്റപ്പെട്ട ഇന്ദിരാഗാന്ധി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനരോക്ഷം ആളിക്കത്തിച്ചു. ഇവരുടെ കാപട്യം തിരിച്ചറിയാൻ സാധിച്ചു. അവർക്ക് വൻ തോൽവിയായി, തിരിച്ചടിയായി, വലിയ തോതിലുള്ള വിമർശനവും ഏൽക്കേണ്ടി വന്നു. അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും പ്രവർത്തകരും വ്യാപകമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ എന്തു മാർഗവും സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അടിച്ചമർത്തലുകളെ ഉണ്ടാകുന്നത്. അങ്ങനെ കരുതൽ തടങ്കലിലായി എതിർത്ത മുഴുവൻ ആളുകളും പൗരസ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തപ്പെട്ടു. അതുപോലെ ഒരുപാട് എതിർ ശബ്ദങ്ങൾ ഭയക്കാതെ ഈ ഭരണകൂട ഭീകരതയുടെ ഭരണവേട്ടയെ സംബന്ധിച്ച് പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോയി. സർക്കാരിനെ വിമർശിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും തിരശ്ശീലയിട്ടു. നൂറുകണക്കിന് CPIM പ്രവർത്തകരും ആഭ്യന്തര സുരക്ഷാ പരിപാലന നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയുമോ എന്ന ഭയമായിരുന്നു ഈ അടക്കി പിടിച്ചിട്ടുള്ള ഈ ഒരു അറസ്റ്റിന് കാരണമായത്. ഈ കിരാതമായ നടപടികൾ സ്വീകരിക്കാനും എതിർ ശബ്ദങ്ങളെ യാതൊരു ദയയും കൂടാതെ അടിച്ചമർത്താനും കാരണമായത് കസേര പോകുമോ എന്ന ഭയമായിരുന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധി ഭയപ്പെട്ടത്, നമ്മൾ എന്താണോ ഭയപ്പെടുന്നത് അത് സംഭവിക്കുമെന്നാണല്ലോ. ഭയപ്പെട്ടത് അധികാരം പോകുമോ എന്ന് വിചാരിച്ചിട്ട് മാത്രമായിരുന്നു. എന്നാ ഇതു മാത്രമായിരുന്നില്ല കാരണങ്ങൾ. ആ കാലത്ത് രൂപപ്പെട്ടു വന്ന ഒരു സ്വേച്ഛാധിപത്യ നീക്കങ്ങൾ അതിനെ ജനങ്ങൾ മനസ്സിലാക്കി അവരതിനെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും വിമർശിക്കാനും തയ്യാറായപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ഇതാണ് പറ്റിയ ഒരു സമയമെന്ന് തോന്നിയിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ വ്യവസ്ഥയിലും രാഷ്ട്രീയ സമ്പദ്ഘടനയിലും ഉണ്ടായ പ്രതിസന്ധിയിലും ഭരണകക്ഷി നേരിട്ട വെല്ലുവിളികളിൽ നിന്നുമാണ് ഒരുപക്ഷെ അടിയന്തരാവസ്ഥ രൂപപ്പെട്ടത് എന്നായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പഠിച്ചത്. 1967 പൊതു തെരഞ്ഞെടുപ്പോടുകൂടി ഏകകക്ഷി ആധിപത്യത്തിന് ഇളക്കം തട്ടി. അതോടെ രാഷ്ട്രീയ അസ്ഥിരതയുടെ യുഗത്തിന് തുടക്കം കുറിച്ചു. ഇതൊക്കെ തന്നെ ഒരു ബൂർഷ്വാ സ്വഭാവമുള്ള ഒരു സ്വേച്ഛാധിപത്യം, അങ്ങനെ അടക്കി ഭരിക്കാൻ, അട്ടിച്ചമർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ, ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണത്തിന് മൂർച്ച കൂട്ടി. 1972 ചേർന്ന CPIM 9ാം പാർട്ടി കോൺഗ്രസ് ഇതാണ് ഏകകക്ഷി സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ അപകടത്തെ കുറിച്ച് ആദ്യമായി ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അടിയന്തരാവസ്ഥയുടെ ഈ വാർഷിക വേളയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയം, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യം നിലവിലുണ്ടോ? സ്വേച്ഛാധിപത്യം നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? അടിയന്തരാവസ്ഥയിലൂടെ സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇന്നില്ല. പക്ഷേ സ്വേച്ഛാധിപത്യം പല രൂപങ്ങളിലും ഉയർന്നു വരാം. ജനാധിപത്യ സംവിധാനത്തെ ഭീഷണിപ്പെടുത്തും വിധം, എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യും വിധം, എതിരാളികളെ അടിച്ചമർത്തുന്ന വിധമുള്ള സാഹചര്യങ്ങളെ ഇന്ന് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതായത് മുമ്പുണ്ടായിരുന്ന അടിയന്തരാവസ്ഥയുടെ കാരണങ്ങളും സാഹചര്യങ്ങളും രാഷ്ട്രീയ വ്യവസ്ഥയിലെ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ചും ജനങ്ങളുടെ അസന്തുലിതാവസ്ഥയെ സംബന്ധിച്ചും
അല്ലെങ്കിൽ മഹാമാരിയിൽ ഉണ്ടായ പട്ടിണി, തൊഴിലില്ലായ്മ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, മരണം, പ്രക്ഷോഭം, കലാപം, ഇതൊക്കെ കാരണം അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ